നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ജേർണലൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടൊരു നോട്ട്ബുക്ക് ഉണ്ടാക്കാം. ജേർണൽ ചെയ്യുന്നവർക്ക് മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും ഒരു പേഴ്സണൽ ഡയറി പോലെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു നോട്ട്ബുക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഒരു A4 ഷീറ്റാണ് എടുക്കുന്നത്. എന്നിട്ട് അതിനെ പകുതിക്ക് വെച്ച് മടക്കുക. എന്നിട്ട് പിന്നെ ഒരു മടക്കും കൂടെ മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു 10-15 ഷീറ്റ് എടുക്കണം. എന്നിട്ട് ഓരോ A4 ഷീറ്റിനെയും നമ്മൾ പകുതിയാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമുക്ക് ഇത്രയും പീസസ് കിട്ടും. ഇനി നമ്മൾ ഈ ഓരോ പീസിനെയും പകുതിക്ക് വെച്ച് മടക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ഒരു കുഞ്ഞു നോട്ട്ബുക്കിൻ്റെ സൈസിൽ കിട്ടുക. ഇനി ഈ ഓരോന്നിനെയും ഇതുപോലെ മടക്കിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് പിടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു സ്റ്റാപ്ലർ വെച്ചിട്ട് ഒന്ന് ഇത് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു കവറിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള 2 കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുന്നുണ്ട്. അപ്പം ചായപ്പൊടിയുടെ ബോക്സോ അല്ലെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ ബോക്സിൻ്റെ ഒക്കെ അങ്ങനത്തെ കാർഡ്ബോർഡില്ലേ, അതാണ് എടുക്കുന്നത്. അപ്പോൾ ഈ 2 പീസിൻ്റെ മിഡിലായിട്ട് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ നോട്ട്ബുക്ക് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ എക്സ്ട്രാ ഉള്ള കാർഡ്ബോർഡൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഒരു കവർ വേണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പിങ്ക് കളർ പേപ്പറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇനി നമ്മൾ ഒരു പിങ്ക് മാർക്കർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതൊരു ചെക്ക് പോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു സ്കെച്ച് പെൻ എടുത്തിട്ട് നമ്മളിപ്പോൾ വരച്ച ലൈനിൻ്റെ സൈഡിലായിട്ട് 2 ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളുടെ പേപ്പർ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതൊന്ന് ബുക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ A4 ഷീറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് ഇത് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ ബാക്കി വരും. ആ ഒരു സ്ട്രിപ്പ് നമ്മൾ ഇതുപോലെ മടക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴെ വരുന്ന എക്സ്ട്രാ പോർഷൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ഈ ഒരു മടക്കിൽ നിന്ന് നമ്മൾ ഈ കുറച്ച് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നമുക്ക് അത്രയും വലിയൊരു മടക്കൊന്നും വേണ്ട. അതുകൊണ്ട്
ഇനി ആ കട്ട് ചെയ്ത സ്ട്രിപ്പ് തന്നെ നമ്മൾ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഇതേ കട്ട് ചെയ്ത് കളഞ്ഞ ബാക്കി പേപ്പേഴ്സിന് ഇതുപോലെ ഒരു റെക്റ്റാങ്കുലർ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഒരു സ്ട്രിപ്പ് പോലെ മടക്കി എടുക്കുന്നുണ്ട്. ഇനി ആ സ്ട്രിപ്പിൻ്റെ രണ്ടറ്റവും ഉള്ളിലേക്ക് ഒന്ന് ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് സെക്യൂറായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കുക. ആ ഒരു സ്ട്രിപ്പ് നമ്മളിത് ബുക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ഗേൾ സ്റ്റിക്കേഴ്സാണ്. ഞാൻ ലിങ്ക് വേണമെങ്കിൽ കാർഡിൽ കൊടുക്കാം. പിങ്ക് കളർ ആയതുകൊണ്ട് ഒരു പിങ്ക് ഗേളിൻ്റെ സ്റ്റിക്കർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടിക്കുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റിക്ക് ചെയ്ത ആ ഒരു സ്ട്രിപ്പിൻ്റെ മേലെയാണ് ഈ ഗേളിൻ്റെ പിക്ചർ ഒട്ടിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇത് കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ തുറക്കാനും അടയ്ക്കാനും ഒക്കെ പറ്റുന്ന ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഡയറി പോലത്തെ ബുക്ക് റെഡിയായി കിട്ടും. അപ്പം അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.